ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു ജീവൻ മരണ പോരാട്ടമായിട്ടാ ഞങ്ങൾ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് ഡോക്ടർ ഞങ്ങളെ സഹായിക്കണം. ഡോക്ടർ കൂടി എന്നെ കൈവിട്ട എന്റെ മുന്നില് മരണം മാത്രമേ ഉള്ളൂ. റോഹൻ പരിചരിക്കാൻ ശ്രമിക്കുന്നു, അത് അവന്റെ കടമ. നമ്മൾ നമ്മുടെ കടമകളെല്ലാം ചെയ്തിട്ട് അവനെ അവന്റെ കടമകൾ ചെയ്യാൻ സമ്മതിക്കാതിരിക്കുന്നത് ശരിയാണോ ചേച്ചി? ഋതികയ്ക്ക് എന്ത് സംഭവിച്ചാലും നമ്മളെല്ലാം അവൾക്കൊപ്പം ഉണ്ട്. അതുപോലെ തന്നെയാണ് ഇനി റോഹനും അവൾക്കൊപ്പം ഉണ്ടാകേണ്ടത്. പ്രതാപ, എന്നാലും ചേച്ചി, റോഹൻ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയുമ്പോ എനിക്കെങ്ങനെ നോ പറയാൻ പറ്റും? ഇവിടെ ആവശ്യത്തിന് ഞങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്, അത് മതി. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോണ്ടെന്നൊക്കെ പറഞ്ഞ ഞാനൊരു അച്ഛനാണോ? അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇനി സംസാരം ഒന്നും വേണ്ട. അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നുള്ളത് അവന്റെ ഇഷ്ടമാണെങ്കിൽ അതങ്ങനെ നടക്കട്ടെ. എന്നാ പിന്നെ ഞാനും കൂടെ പോട്ടെ ഹോസ്പിറ്റലിലേക്ക്? ആന്റി, അത് വേണ്ട. ഈ ഒരു കാര്യത്തിൽ ആരും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അങ്കിള് പറഞ്ഞ പോലെ എന്റെ പെണ്ണിനൊരു ആപത്ത് വന്നാൽ കെയർ ചെയ്യേണ്ടത് എന്റെ ഉത്തരവാദിത്തമല്ലേ? നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഭാഗം ഭംഗിയായി ചെയ്തു കഴിഞ്ഞു. ഇനി എനിക്കൊരു അവസരം എന്താ? ശരി ആന്റി, ഞാൻ പറഞ്ഞത് ആന്റിക്ക് ഫീലായോ? ആന്റിക്ക് ഫീലാവാൻ വേണ്ടി പറഞ്ഞതല്ല. ഹൃദയക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യണമെന്നേ ഉള്ളൂ. മനസ്സിലായി. എന്നാ പിന്നെ സമയം കളയണ്ട, നിങ്ങൾ ചെല്ല. ശരി ഞങ്ങളെ, ഹൃതിക വരൂ. എന്തെല്ലാം ചെയ്താലും അവൻ അവളോട് അടുത്തോണ്ടിരിക്കുകയാണല്ലോടാ. തടസ്സങ്ങളെല്ലാം മാറി നമ്മുടെ പ്ലാൻ എന്ന് വർക്കാവും? എല്ലാം ശരിയാവൂടാ. ഒന്നും ഒരിക്കലും ശാശ്വതമല്ല. മാറ്റങ്ങൾ ഉണ്ടാവും, അതുറപ്പാ. മോളെ, ഞാൻ മരിച്ചു പോവോ? അമ്മ ആവശ്യമില്ലാത്തൊന്നും പറയില്ലേ. അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല. അമ്മ ധൈര്യമായിട്ടിരിക്കും. നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയില്ലേ? അതെ, ഒന്നും സംഭവിക്കില്ല. ഇവിടുത്തെ ഡോക്ടേഴ്സ് നല്ല മിടുക്കന്മാരാ. വണ്ടി ഇവിടുന്ന് മാറ്റി പാർക്ക് ചെയ്യണം. ഒന്ന് മാറ്റിയിട്ടേക്ക്. സഹോദര, എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല. വണ്ടി ഓടിക്കാൻ അറിയാവുന്നവരെ സെക്യൂരിറ്റി ആയിട്ട് നിർത്തിയാൽ പോരെ ഈ ഹോസ്പിറ്റലുകാർക്ക്? അങ്ങനെ ചെയ്യാനേ, ഇത് 5 സ്റ്റാർ ഹോട്ടലൊന്നും അല്ല, ഇത് ഹോസ്പിറ്റലാ. വണ്ടി ഒന്ന് മാറ്റിയിട്. ഓ, മാറ്റാം. ഹൃതികെ, താൻ ഇറങ്ങിക്കോ. ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോരാ. എന്തൊരു കഷ്ടം ഇത്. ഇത്ര വേണ്ടെന്ന് പറഞ്ഞാലും പിന്നെയും പിന്നെ ഉടുമ്പിനെ പോലെ പിടിച്ചു കിടക്ക്. പിടി വിടുന്നില്ലല്ലോ. ECG എടുത്തോ? എടുത്തു ഡോക്ടർ. നോക്കട്ടെ. ദാ. ECGയില് വേരിയേഷൻ ഒന്നും കാണുന്നില്ലല്ലോ. അതായത് ഹാർട്ട് അറ്റാക്കുമായി ബന്ധപ്പെട്ട് ഒരു അസുഖവും പേഷ്യന്റിനില്ല.
ഹെൽത്ത് കണ്ടീഷനും നോർമലാണ്. പിന്നെന്താണ് വേദന വരാൻ കാരണം? ആ, ചിലപ്പോ ഗ്യാസിന്റെ ആവാം. പരിശോധിച്ചിടത്തോളം ഷീസ് പെർഫെക്റ്റ്. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യാം. ഡോക്ടർ, എനിക്ക് ഒന്ന് പേഴ്സണൽ ആയിട്ട് സംസാരിക്കണമായിരുന്നു. ക്യാൻ യു പ്ലീസ് കം ഡോക്ടർ? ശരി, വരൂ. എന്താ കുട്ടി? ഡോക്ടർ, സത്യം പറഞ്ഞ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. അത് എനിക്കും അറിയാം. പിന്നെന്തിനാ ഹാർട്ട് അറ്റാക്ക് ആണെന്ന് കള്ളം പറഞ്ഞത്? അതിലേക്കാണ് ഡോക്ടർ ഞാൻ വരുന്നത്. ഞാനൊരാളെ സ്നേഹിക്കുന്നുണ്ട് ഡോക്ടർ. അയാൾക്കും എന്നെ ഇഷ്ടോ. രാജു എന്നാണ് ആളുടെ പേര്. കുട്ടിക്കാലം മുതലേ ഞങ്ങൾ ഇഷ്ടത്തില. അമ്മയ്ക്കും രാജുവിന് ഭയങ്കര ഇഷ്ടോ. പക്ഷേ എന്റെ അച്ഛൻ ഇഷ്ടമല്ല. അതിനൊരു കാരണമുണ്ട് ഡോക്ടർ. ഒരു 7 വർഷമായിട്ട് രാജുവും ഫാമിലിയും ഞങ്ങളുടെ ഒരു വീട്ടിലാ വാടകയ്ക്ക് താമസിക്കുന്നെ. ഞങ്ങളുടെ ബന്ധം മുന്നോട്ട് പോകുന്നതിനിടെ എപ്പോഴും ആരും അറിയാതെ എന്റെ ബ്രദറും രാജുവിന്റെ സിസ്റ്ററും തമ്മില് ഇഷ്ടത്തിലായി. ഞങ്ങളത് അറിഞ്ഞു വന്നപ്പോഴേക്കും അവരുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു. അച്ഛന് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു എന്റെ ബ്രദറിന്റെ വിവാഹത്തെക്കുറിച്ച്. പക്ഷേ അതെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് അവര് രണ്ടുപേരും ചേർന്ന് ഇല്ലാതാക്കി. അതോടെ അച്ഛൻ അവരോട് തീരാത്ത വൈരാഗ്യമായി. രാജുവിനെയും ഫാമിലിയെയും വീട്ടിൽ നിന്ന് ഇറക്കി വിടാനൊക്കെ നോക്കി. അവസാനം പാർട്ടിക്കാരൊക്കെ ഇടപെട്ടിട്ടാ ആ തീരുമാനത്തിൽ നിന്ന് അച്ഛനെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞത്. പക്ഷേ അച്ഛൻ നല്ല വാശിയിലായിരുന്നു. ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതുകൊണ്ട് അതേ കുടുംബത്തിലേക്ക് എന്റെ മകളെ കൊടുക്കില്ല എന്നുള്ള വാശിയിലാ ഇപ്പൊ അച്ഛൻ. അത് മാത്രമല്ല, അച്ഛനിപ്പോ എനിക്ക് വേറെ വിവാഹാലോചനകൾ നോക്കുന്നുണ്ട്. അച്ഛനെ ഈ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ എന്നെ കൊണ്ടാവുന്ന എല്ലാ വഴികളും ഞാൻ നോക്കി ഡോക്ടർ. പക്ഷേ അതിലൊന്നും വിജയിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇപ്പോ ഇതാ എന്റെ അവസാനത്തെ പ്രതീക്ഷ. അമ്മയാ പറഞ്ഞത്, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാ അമ്മ പറയുന്നത് എന്തും അച്ഛൻ കേൾക്കുമെന്ന്. ഒരു ജീവൻ മരണ പോരാട്ടമായിട്ടാ ഞങ്ങൾ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് ഡോക്ടർ ഞങ്ങളെ സഹായിക്കണം. ഡോക്ടർ കൂടി എന്നെ കൈവിട്ട എന്റെ മുന്നില് മരണം മാത്രമേ ഉള്ളൂ. രാജുവിനെ എനിക്ക് കല്യാണം കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല ഡോക്ടർ. കുട്ടി പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഞാൻ എങ്ങനെയാ കുട്ടി ഇതൊക്കെ ചെയ്യുന്നത്? ഞാനൊരു ഡോക്ടറല്ലേ. ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു എത്തിക്സ് വേണ്ടേ?